എന്റെ വീട് പണി നടക്കുന്നു. ഞാൻ എന്റെ സൈറ്റിൽ ചെല്ലുമ്പോൾ എംസാൻഡ് അടിച്ചിട്ടുണ്ട്. എനിക്ക് അതിന്റെ ക്വാളിറ്റി എങ്ങനെയാണ് എനിക്ക് ഒന്ന് മനസ്സിലാക്കാൻ എന്ത് തരത്തിലുള്ള മാനുവൽ ടെസ്റ്റ് വല്ല അവൈലബിൾ ആണ്? നമ്മൾ ഒരു പിടി എംസാൻഡ് എടുത്തിട്ട് ജസ്റ്റ് റബ്ബ് ചെയ്യാം. റബ്ബ് ചെയ്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, റബ്ബ് ചെയ്ത് കഴിഞ്ഞിട്ട് കറക്റ്റ് ജസ്റ്റ് ഒന്ന് തട്ടിക്കളഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൈയിന്റെ അടിയിൽ എത്രത്തോളം ചെളി അങ്ങനത്തെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെളി ഉണ്ടെങ്കിൽ നമുക്ക് ആ പാട് കാണാൻ പറ്റും. അല്ലെങ്കിൽ ഡസ്റ്റ് പാർട്ടിക്കിൾ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും കൈനടിയിൽ. അപ്പൊ അതിന്റെ കണ്ടന്റ് നമുക്ക് നോക്കിയിട്ട് നമുക്ക് ഏകദേശം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ എംസാൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം നമുക്ക് അതുപോലെ പൊടി ഉണ്ടാവാൻ പാടില്ല. മാക്സിമം നമ്മൾ അങ്ങനെ തട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് പോകേണ്ടതാണ്. അതല്ല നമുക്ക് ഇങ്ങനെ നന്നായിട്ട് നമ്മുടെ കയ്യിൽ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്ന പാർട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാം അതിൽ ഡസ്റ്റ് പാർട്ടിക്കിൾ കൂടുതലാണ്. അതെ. നെക്സ്റ്റ് പറയാനുള്ള ഒരു സംഭവമാണ് അത്. ആക്ച്വലി നമുക്കത് ഒരു IS കോഡ് പറയുന്ന ഒരു ടെസ്റ്റ് ആണ്. അത് പ്രോപ്പറായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ IS കോഡിൽ നമ്മൾ ലാബിൽ നമ്മൾ അത് ചെയ്യാറുള്ള ഒരു ടെസ്റ്റ് ആണ്. അതെ, കുറച്ചും കൂടി അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതായത് അതിലേക്ക് ഞാൻ കടക്കാതിരിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ ഗ്ലാസും ഫ്ലാസ്കും അവൈലബിൾ ആവില്ല സൈറ്റിൽ. നമ്മുടെ കൈ എപ്പോഴും അവൈലബിൾ ആണ്. അതാണ്. അപ്പൊ അത് കുറച്ചും കൂടി നമ്മൾ ഡെപ്തിൽ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഗ്ലാസ്സിലോ അല്ലെങ്കിൽ ഒരു വിസിബിൾ ആയിട്ട് ബോട്ടിൽ, അത് കറക്റ്റ് ആയിട്ട് ഒരു സർക്കുലർ ടൈപ്പിലുള്ള ഒരു ബോട്ടിലാണെന്ന് വെക്കാം. അതെ ബോട്ടിലാണെന്ന് വെക്കാം, അവൈലബിൾ ആയിട്ടുള്ളതാണെന്ന് വെക്കാം. അപ്പൊ അതിലേക്ക് നമുക്ക് അതിലെ ഒരു പകുതിയോളം ഇതിലെ എംസാൻഡ് ഇട്ടിട്ട് അത് ഫില്ലാവുന്നതിന് വരെ ആദ്യം ഇട്ടിട്ട് അതൊന്ന് ഷെയ്ക്ക് ചെയ്തിട്ട് അതിന്റെ ഇരട്ടി വെള്ളം എടുത്തിട്ട് വീണ്ടും നന്നായിട്ട് ഒന്ന് ഷെയ്ക്ക് ചെയ്യാം. ഷെയ്ക്ക് ചെയ്തിട്ട് അതിനെ ഏകദേശം ഒരു 2 മണിക്കൂറോളം അതിനെ റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ടോപ്പില് അതിൽ ഡസ്റ്റ് പാർട്ടിക്കിൾ ഇങ്ങനെ അടിഞ്ഞു കിടക്കുന്നത് കാണാം. അപ്പൊ ഈ ഡസ്റ്റ് പാർട്ടിക്കിൾ അടിഞ്ഞു കിടക്കുന്നതിന് ഹൈറ്റ് എത്രയാണ് നമുക്ക് ഒരു സ്കെയിലും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റും. അപ്പൊ ഒരു ചെറിയ സ്കെയിൽ അപ്പുറത്തെ കടയിൽ നിന്ന് പോയിട്ട് വാങ്ങി അല്ലെങ്കിൽ കുട്ടികളുടെ സ്കെയിൽ എടുത്ത് വാങ്ങിയിട്ട് നമുക്ക് അതൊന്ന് ജസ്റ്റ് അതൊന്ന് അളന്ന് നോക്കാം. അപ്പൊ ഇതില് നമുക്ക് ഡസ്റ്റ് പാർട്ടിക്കിൾ മേലെ ഒരു ലെയർ ആയിട്ട് തന്നെ കിടക്കുന്നുണ്ടായിരിക്കും. അത് നമുക്ക് വിസിബിൾ ആണ്, കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. അതിന്റെ എത്രയാണ് ഡെപ്ത് നോക്കുക. അതുപോലെ തന്നെ അതിന്റെ അടിയിൽ നിന്ന് കിടക്കുന്ന നമ്മുടെ എംസാൻഡിന്റെ ഹൈറ്റ് എടുത്ത് നോക്കി നോക്കുക. ഇതിന്റെ ഒരു പെർസെന്റേജ് വെച്ചിട്ട് നമുക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റും. അത് ഏകദേശം ഒരു 10 to 20%, അതായത് ഇപ്പോ ഒരു 10ന്റെ ബിലോ ആവാനേ പാടുള്ളൂ. അതിൽ കൂടുതലൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും അതിൽ ഡസ്റ്റ് പാർട്ടിക്കിളിന്റെ കണ്ടന്റ് വളരെയധികം കൂടുതലാണെന്നാണ് പറയാം.